ഒരു സ്ത്രീയെ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സ്ത്രീകളുടെ മനസ്സ് ദൈവത്തിനു പോലും അറിയില്ല, പിന്നെയാണോ മനുഷ്യന് എന്നൊരു പഴയ ചൊല്ല് നമ്മളിൽ പലരും കേട്ടിരിക്കും. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതം കണ്ട എക്കാലത്തെയും മികച്ച തന്ത്രജ്ഞനും മനഃശാസ്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യൻ സ്ത്രീകളുടെ സ്വഭാവത്തെക്കുറിച്ച് വളരെ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട ചാണക്യനീതിയിൽ പുരുഷന്മാർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട സ്ത്രീകളുടെ 8 പ്രത്യേകതകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പലപ്പോഴും പുരുഷന്മാർ സ്ത്രീകളെ അബലകൾ എന്ന് വിളിക്കുമ്പോൾ ചാണക്യൻ തന്റെ ശ്ലോകങ്ങളിലൂടെ തെളിയിക്കുന്നത് നേരെ മറിച്ചാണ്. ശാരീരികമായും മാനസികമായും വികാരപരമായും പുരുഷനേക്കാൾ എത്രയോ മടങ്ങ് ശക്തിയും ശേഷിയുമുള്ളവരാണ് സ്ത്രീകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആചാര്യ ചാണക്യൻ വെളിപ്പെടുത്തിയ സ്ത്രീകളുടെ ആ 8 രഹസ്യങ്ങളാണ്. ഇത് കേവലം പുരാണ കഥകളല്ല, മറിച്ച് മനുഷ്യന്റെ പ്രകൃതത്തെ അടിസ്ഥാനമാക്കിയുള്ള മനഃശാസ്ത്രപരമായ നിരീക്ഷണങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടുന്ന സ്ത്രീകളെ, അത് അമ്മയോ ഭാര്യയോ സഹോദരിയോ സുഹൃത്തോ ആകട്ടെ, കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർക്കുക. ചാണക്യൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളെ കൂടി മുൻനിർത്തിയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലും ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് ഓരോന്നായി നോക്കാം. 1. ആഹാരം. ചാണക്യൻ പറയുന്ന ആദ്യത്തെ കാര്യം അല്പം കൗതുകകരമാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് വിശപ്പ് 2 മടങ്ങ് കൂടുതലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആഹാരം ദ്വിഗുണം എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. ഇതു കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്റെ വീട്ടിൽ ഞാനാണല്ലോ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്, പിന്നെങ്ങനെയാണ് സ്ത്രീകൾക്ക് വിശപ്പ് കൂടുതലാവുക? ഇവിടെ ചാണക്യൻ ഉദ്ദേശിക്കുന്നത് കേവലം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് മാത്രമല്ല, സ്ത്രീകളുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജത്തെയും അവരുടെ ശാരീരിക ഘടനയെയുമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ശാസ്ത്രീയമായി നോക്കിയാൽ സ്ത്രീകളുടെ ശരീരം പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ്. ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഗർഭധാരണം, മുലയൂട്ടൽ തുടങ്ങിയ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന സ്ത്രീ ശരീരത്തിന് നിലനിൽപ്പിന് കൂടുതൽ പോഷകങ്ങൾ ആവശ്യമായി വരുന്നു. അതുകൊണ്ടുതന്നെ അവരുടെ ശരീരപ്രവർത്തനങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് നടക്കുന്നത്. പുരുഷനേക്കാൾ വേഗത്തിൽ ക്ഷീണിക്കാനും എന്നാൽ പെട്ടെന്ന് തന്നെ ഊർജ്ജം വീണ്ടെടുക്കാനും അവർക്ക് സാധിക്കും. ഇത് പ്രകൃതി അവർക്ക് നൽകിയ ഒരു കഴിവാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് വിശപ്പ് 2 മടങ്ങാണെന്ന് ചാണക്യൻ പറഞ്ഞത് അവരുടെ ശാരീരികമായ ആവശ്യങ്ങളെ മുൻനിർത്തിയാണ്. 2. ബുദ്ധിശക്തി. പലപ്പോഴും സമൂഹം സ്ത്രീകളെ വികാരജീവികളായി മാത്രം കാണാറുണ്ട്. എന്നാൽ ചാണക്യൻ പറയുന്നത് പുരുഷന്മാരെക്കാൾ 4 മടങ്ങ് ബുദ്ധിശക്തി സ്ത്രീകൾക്കുണ്ട് എന്നാണ്. ഇവിടെ ബുദ്ധി എന്നതുകൊണ്ട് പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവല്ല ഉദ്ദേശിക്കുന്നത്. പ്രായോഗിക ബുദ്ധി അല്ലെങ്കിൽ സാന്ദർഭികമായി പെരുമാറാനുള്ള കഴിവാണ്. ഒരു കുടുംബത്തിലോ ജീവിതത്തിലോ അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധി വരുമ്പോൾ പുരുഷന്മാർ പലപ്പോഴും പകച്ചുപോകാറുണ്ട്. എന്നാൽ സ്ത്രീകൾ ആ സാഹചര്യത്തെ വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ പല വശങ്ങൾ ഒരേ സമയം ചിന്തിക്കാനും കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുമുള്ള ഒരു പ്രത്യേക കഴിവ് സ്ത്രീകൾക്കുണ്ട്. ഇതിനെയാണ് നമ്മൾ പലപ്പോഴും 6ാം ഇന്ദ്രിയം എന്ന് വിളിക്കുന്നത്. പുരുഷൻ നേർരേഖയിൽ ചിന്തിക്കുമ്പോൾ സ്ത്രീകളുടെ ചിന്തകൾക്ക് പല തലങ്ങളുണ്ട്. അതുകൊണ്ടാണ് തന്ത്രപരമായ കാര്യങ്ങളിൽ സ്ത്രീകളുടെ ഉപദേശം തേടണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. ചാണക്യന്റെ അഭിപ്രായത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവിലും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവിലും സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ബഹുദൂരം മുന്നിലാണ്. 3. ലജ്ജ. ചാണക്യനീതിയിലെ അടുത്ത പരാമർശം ലജ്ജയെക്കുറിച്ചാണ്. പുരുഷന്മാരെക്കാൾ 6 മടങ്ങ് ലജ്ജ സ്ത്രീകൾക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കാലത്ത് ലജ്ജ എന്ന വാക്കിനെ ഒരു ബലഹീനതയായി കണ്ടേക്കാം. പക്ഷെ ചാണക്യൻ ഇതിനെ കാണുന്നത് സ്ത്രീയുടെ ഒരു ആഭരണമായിട്ടാണ്. ഇവിടെ ലജ്ജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭീരുത്വമല്ല, മറിച്ച് മാന്യതയും സംസ്കാരവുമാണ്. സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, എന്ത് സംസാരിക്കണം, എവിടെ അതിർവരമ്പുകൾ നിശ്ചയിക്കണം എന്നതിനെക്കുറിച്ച് സ്ത്രീകൾക്ക് വളരെ വ്യക്തമായ ബോധമുണ്ട്. ഈ ലജ്ജയാണ് പലപ്പോഴും കുടുംബബന്ധങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും ഭദ്രമായി കാത്തുസൂക്ഷിക്കുന്നത്. എല്ലാം തുറന്നു പറയുന്നതിനേക്കാൾ ചില കാര്യങ്ങൾ മറച്ചുവെക്കുന്നതിലോ അല്ലെങ്കിൽ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നതിലോ ഉള്ള സ്ത്രീകളുടെ ഈ കഴിവ് ഒരു സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. അതുകൊണ്ട് അവരുടെ ലജ്ജ എന്നത് അവരുടെ ദൗർബല്യമല്ല, മറിച്ച് അവരുടെ വ്യക്തിത്വത്തിന്റെ കരുത്താണ്. ഇവിടെ ഒരു നിമിഷം, ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയ അറിവായിരുന്നോ? അതോ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഇത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? സ്ത്രീകളുടെ ബുദ്ധിയും പ്രായോഗിക ജ്ഞാനവും പുരുഷനേക്കാൾ കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അതെ എന്ന് രേഖപ്പെടുത്തുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. 4. ധൈര്യം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും പല പുരുഷന്മാരെയും അത്ഭുതപ്പെടുത്തുന്നതുമായ കാര്യം. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ 6 മടങ്ങ് ധൈര്യമുണ്ടെന്ന് ചാണക്യൻ സമർത്ഥിക്കുന്നു. സാഹസം ഷഡ്ഗുണം എന്നാണ് പ്രമാണം. നമ്മൾ സാധാരണയായി ധൈര്യത്തെ കായികബലവുമായി തെറ്റിദ്ധരിക്കാറുണ്ട്. കായികമായി പുരുഷൻ ശക്തനായിരിക്കാം, എന്നാൽ മാനസികമായ കരുത്തിലും സഹനശക്തിയിലും സ്ത്രീകളെ തോൽപ്പിക്കാൻ പുരുഷന് കഴിയില്ല. ഒന്നാലോചിച്ചു നോക്കൂ, പ്രസവവേദന എന്നത് മനുഷ്യശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള വേദനയാണ്.
ആ വേദന സഹിക്കാനും ഒരു പുതിയ ജീവന് ജന്മം നൽകാനും തയ്യാറാകുന്ന സ്ത്രീയുടെ ധൈര്യത്തിനു മുന്നിൽ മറ്റെന്ത് ധൈര്യമാണ് വലുതായിട്ടുള്ളത്? അതുമാത്രമല്ല, ജീവിതത്തിൽ വലിയ തകർച്ചകളുണ്ടാകുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ടാകുമ്പോൾ പുരുഷന്മാർ പലപ്പോഴും തകർന്നുപോകാറുണ്ട്. ചിലർ ലഹരിയിലോ മറ്റു വഴികളിലോ അഭയം തേടുന്നു. എന്നാൽ ആ സമയത്തും ഉള്ളിലെ വേദന കടിച്ചുപിടിച്ച് കുടുംബത്തെ താങ്ങി നിർത്തുന്നത് സ്ത്രീകളാണ്. അസുഖമെന്ന കുട്ടിയെ പരിചരിക്കുന്ന അമ്മയെ കണ്ടിട്ടില്ലേ? ഉറക്കമില്ലാതെ, ക്ഷീണമില്ലാതെ അവർ കാവലിരിക്കും. അത് അവരുടെ മനക്കരുത്താണ്. അബല എന്ന് വിളിക്കപ്പെടുന്നവളിൽ യഥാർത്ഥത്തിൽ ഉറങ്ങിക്കിടക്കുന്നത് ഒരു സിംഹത്തിന്റെ ധൈര്യമാണ് എന്നാണ് ചാണക്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. 5. വികാരം. ഈ ഭാഗം വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടതാണ്. ചാണക്യൻ പറയുന്നത് സ്ത്രീകളിൽ കാമം അഥവാ വികാരങ്ങൾ പുരുഷന്മാരെക്കാൾ 8 മടങ്ങ് കൂടുതലാണ് എന്നാണ്. ഇവിടെ കാമം എന്ന വാക്കിനെ ശാരീരികമായ അർത്ഥത്തിൽ മാത്രം കാണരുത്. ഇതിന് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ജീവിതത്തോടുള്ള ആസക്തി, സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹം, ബന്ധങ്ങളോടുള്ള താൽപര്യം, സൗന്ദര്യത്തോടുള്ള ആരാധന എന്നിങ്ങനെ എല്ലാത്തരം വികാരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. സ്ത്രീകൾക്ക് ബന്ധങ്ങളോട് പുരുഷന്മാരെക്കാൾ 8 ഇരട്ടി ആഴത്തിലുള്ള അടുപ്പമുണ്ടാകും. അതുകൊണ്ടാണ് പ്രണയത്തിലായാലും കുടുംബത്തിലായാലും സ്ത്രീകൾ കൂടുതൽ സമർപ്പണം കാണിക്കുന്നത്. അവർ സ്നേഹിക്കുമ്പോൾ അത് പൂർണ്ണമായിരിക്കും. അവർക്ക് ലഭിക്കുന്ന സ്നേഹത്തിനും പരിഗണനയ്ക്കും അവർ വലിയ വില കൽപ്പിക്കുന്നു. പുരുഷൻ കാര്യങ്ങളെ യുക്തിപരമായി കാണുമ്പോൾ സ്ത്രീ അതിനെ വികാരപരമായി സമീപിക്കുന്നു. ഈ 8 ഇരട്ടി വികാരം എന്നതുകൊണ്ടുതന്നെയാണ് സ്ത്രീകൾക്ക് ചെറിയ കാര്യങ്ങൾ പോലും വലിയ സന്തോഷം നൽകുന്നതും അതുപോലെ ചെറിയ മുറിവുകൾ പോലും വലിയ വേദന നൽകുന്നതും. അവരുടെ സ്നേഹവും വാത്സല്യവും ആഗ്രഹങ്ങളും പുരുഷനേക്കാൾ തീവ്രമാണ്. ഇത് മനസ്സിലാക്കിയാൽ ദാമ്പത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പുരുഷന്മാർക്ക് സാധിക്കും. 6. അസൂയ. ചാണക്യൻ സ്ത്രീകളുടെ സ്വഭാവത്തിലെ ഒരു കുറവായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് അസൂയ. എന്നാൽ ഇതിനെയും നമുക്ക് മനഃശാസ്ത്രപരമായി നോക്കിക്കാണാം. സ്വന്തം സാധനങ്ങളും സ്വന്തം ആളുകളെയും മറ്റുള്ളവർ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥയാണ് പലപ്പോഴും അസൂയയായി മാറുന്നത്. സ്ത്രീകൾക്ക് അവരുടെ കുടുംബത്തോടും പങ്കാളിയോടുമുള്ള ഉടമസ്ഥതാബോധം വളരെ കൂടുതലാണ്. തന്റെ ഭർത്താവ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ മറ്റൊരാളോട് കൂടുതൽ അടുക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. ചാണക്യൻ പറയുന്നത് ഈ സ്വഭാവം സ്ത്രീകളിൽ ജന്മസിദ്ധമാണ് എന്നാണ്. ഇത് ചിലപ്പോൾ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാമെങ്കിലും ഇതിന്റെ അടിസ്ഥാനം അവരുടെ തീവ്രമായ സ്നേഹവും താൻ സ്നേഹിക്കുന്നവർ തനിക്ക് മാത്രം സ്വന്തമായിരിക്കണം എന്ന വാശിയുമാണ്. എന്നിരുന്നാലും നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ വികാരം ബന്ധങ്ങളെ ദോഷകരമായി ബാധിച്ചേക്കാമെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപൊരു ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ സ്ത്രീകളുടെ ഈ അമിതമായ കരുതലുകൾ അല്ലെങ്കിൽ സ്വന്തം എന്ന തോന്നൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അത് സ്നേഹം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. 7. വാശി. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ വാശി കൂടുതലാണെന്ന് ചാണക്യൻ പറയുന്നു. ഒരു കാര്യം നേടിയെടുക്കാൻ അവർ തീരുമാനിച്ചാൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലായാലും വീട് പണിയുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ സ്വന്തം ലക്ഷ്യങ്ങൾ നേടുന്നതിലായാലും സ്ത്രീകൾ കാണിക്കുന്ന ഈ വാശി പലപ്പോഴും ഗുണകരമാണ്. കാരണം അവരുടെ ഈ നിശ്ചയദാർഢ്യം കൊണ്ടാണ് പല കുടുംബങ്ങളും ഉയർച്ചയിലേക്കെത്തുന്നത്. പുരുഷൻ മടുത്തു പിന്മാറുന്ന പല കാര്യങ്ങളിലും സ്ത്രീകൾ തങ്ങളുടെ വാശികൊണ്ട് വിജയം കാണാറുണ്ട്. എന്നാൽ ഈ വാശി അനാവശ്യമായ കാര്യങ്ങളിലാണെങ്കിൽ അത് വിപരീത ഫലം ചെയ്യും. ചാണക്യന്റെ അഭിപ്രായത്തിൽ സ്ത്രീകളുടെ ഈ സ്വഭാവം ഇരുതല മൂർച്ചയുള്ള വാൾ പോലെയാണ്. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അത് കുടുംബത്തിന് ഐശ്വര്യവും അല്ലെങ്കിൽ അത് നാശവുമുണ്ടാക്കും. 8. ഗൂഢമായ സ്വഭാവം. അവസാനമായി ചാണക്യൻ സ്ത്രീകളെ വിശേഷിപ്പിക്കുന്നത് ഉള്ളിലുള്ളത് പുറത്തു കാണിക്കാത്തവർ എന്നാണ്. ഇത് കേട്ട് തെറ്റിദ്ധരിക്കരുത്. ഇതിനർത്ഥം അവർ കള്ളം പറയുന്നവരാണ് എന്നല്ല. മറിച്ച് തങ്ങളുടെ യഥാർത്ഥ വികാരങ്ങളെ ഒളിപ്പിച്ചുവെക്കാനുള്ള അസാമാന്യമായ കഴിവ് സ്ത്രീകൾക്കുണ്ട്. ഏറ്റവും വലിയ വേദന ഉള്ളിൽ തിന്നുമ്പോഴും പുറമേ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരോടും പെരുമാറാൻ ഒരു സ്ത്രീക്ക് സാധിക്കും. സ്വന്തം ഭർത്താവിന്റെയോ മക്കളുടെയോ സമാധാനത്തിനുവേണ്ടി സ്വന്തം വിഷമങ്ങൾ കുഴിച്ചുമൂടാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ട്. പുരുഷന്മാർക്ക് പലപ്പോഴും മുഖത്തു നോക്കിയാൽ അവരുടെ മനസ്സിലിരിപ്പ് വായിക്കാൻ കഴിയും. എന്നാൽ ഒരു സ്ത്രീയുടെ മനസ്സ് വായിക്കുക എന്നത് അത്ര എളുപ്പമല്ല. ചാണക്യൻ ഇതിനെ ഒരു തന്ത്രമായിട്ടാണ് കാണുന്നത്. ഈ കഴിവുള്ളതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പലപ്പോഴും ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കി മാറ്റാനും സങ്കീർണമായ സാഹചര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും സാധിക്കുന്നത്. അവരുടെ കണ്ണുനീരും പുഞ്ചിരിയുമെല്ലാം അവരുടെ ആയുധങ്ങളാണ് എന്ന് ചാണക്യൻ പറയുന്നു. ഉപസംഹാരം. ചുരുക്കത്തിൽ ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞ ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ താഴെയല്ല, മറിച്ച് പല കാര്യങ്ങളിലും പുരുഷന്മാരെക്കാൾ ബഹുദൂരം മുന്നിലാണ്. അവരുടെ വിശപ്പ് അവരുടെ ഊർജ്ജത്തെ സൂചിപ്പിക്കുന്നു. അവരുടെ ബുദ്ധി അവരുടെ വിവേകത്തെ കാണിക്കുന്നു. അവരുടെ ധൈര്യം അവരുടെ സഹനശക്തിയെ തെളിയിക്കുന്നു. അവരുടെ കാമം അവരുടെ സ്നേഹത്തിന്റെ ആഴത്തെ വെളിപ്പെടുത്തുന്നു. പുരുഷന്മാരായ നമ്മൾ പലപ്പോഴും സ്ത്രീകളെ നോക്കിക്കാണുന്നത് നമ്മുടെ കണ്ണടയിലൂടെയാണ്. എന്നാൽ ചാണക്യൻ നൽകുന്ന ഈ അറിവുകൾ വെച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളെ, അമ്മയെ, ഭാര്യയെ, മകളെ
കൂടുതൽ ബഹുമാനത്തോടെയും ആദരവോടെയും കാണാൻ നമുക്ക് സാധിക്കും. അബല എന്ന വാക്ക് സ്ത്രീകൾക്ക് യോജിച്ചതല്ല എന്ന് ചാണക്യനീതി നമ്മളോട് ഉറക്കെ വിളിച്ചു പറയുന്നു. ഈ അറിവുകൾ നിങ്ങളുടെ ദാമ്പത്യജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഗുണകരമാകട്ടെ. സ്ത്രീകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നിർത്തി അവരെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും തുടങ്ങിയാൽ ജീവിതം കൂടുതൽ സുന്ദരമാകും. നന്ദി.